Good morning, students. In the last class, we had discussed about the RNA polymerase in eukaryotes. In this class, we will discuss about the RNA polymerase in prokaryotes. So, as you know, the RNA polymerase is the enzyme which catalyzes the formation of mRNA, or RNA polymerase is the enzyme which catalyzes the process of conversion of DNA to mRNA or transcription. So the enzyme RNA polymerase catalyzes the process known as transcription, in which the DNA is converted into mRNA. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് RNA polymerase in യൂക്കാരിയോട്സ് ആയിരുന്നു. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് RNA polymerase in prokaryotes ആണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് RNA polymerase ഫംഗ്ഷൻ എന്താണ്? ട്രാൻസ്ക്രിപ്ഷനെ കാറ്റലൈസ് ചെയ്യുക. അപ്പോൾ എന്താണ് ട്രാൻസ്ക്രിപ്ഷൻ? DNA mRNA ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞത്. അത് ഈ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. സോ വാട്ട് ആർ ദി ഡിഫറൻസ് ബിറ്റ്വീൻ DNA ആൻഡ് RNA polymerases? So the first difference between the DNA and RNA polymerase is that the RNA polymerase adds ribonucleotides, whereas the DNA polymerase adds deoxyribonucleotides. The second difference is that the RNA polymerase does not have the proofreading ability, and the third difference is that the RNA polymerase can work without a primer, whereas the DNA polymerase requires primer for its activity. So there are mainly three differences between DNA polymerase and RNA polymerase. First of all, the RNA polymerase add ribonucleotides to the mRNA, whereas the DNA polymerase add deoxyribonucleotides to the DNA. Second difference between the RNA polymerase and DNA polymerase is that the RNA polymerase does not have any proofreading activity, whereas the DNA polymerase has proofreading activity. അപ്പോൾ പ്രൂഫ് റീഡിങ് ആക്ടിവിറ്റി എന്താണെന്ന് ബിന്ദു മിസ് ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടാവും. അതായത് എന്തെങ്കിലും കറക്റ്റ്, അതായത് റിപ്ലിക്കേഷൻ്റെ സമയത്ത് ഏതെങ്കിലും റോങ് ബേസസ് ഒക്കെ DNA ആഡ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യാനുള്ള DNA പോളിമറൈസിൻ്റെ ഒരു എബിലിറ്റി അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റിയാണ് പ്രൂഫ് റീഡിങ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ എറേഴ്സ് കറക്റ്റ് ചെയ്യാനുള്ള പ്രൂഫ് റീഡിങ് ആക്ടിവിറ്റി ആർക്കില്ല? RNA പോളിമറൈസിനില്ല, പക്ഷേ DNA പോളിമറൈസിനുണ്ട്. The next important difference between RNA polymerase and DNA polymerase is that the RNA polymerase does not require primer for its activity, whereas DNA polymerase require primer for its activity. അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന RNA പോളിമറൈസും DNA പോളിമറൈസും തമ്മിലുള്ള ഡിഫറൻസുകളാണ്. ആദ്യത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് RNA പോളിമറൈസ് mRNA ആഡ് ചെയ്യുന്നത് റൈബോന്യൂക്ലിയോടൈഡ്സ് ആണ്. അതേസമയം DNA പോളിമറൈസ് mRNA ആഡ് ചെയ്യുന്നത് ഡിയോക്സി റൈബോന്യൂക്ലിയോടൈഡ്സ് ആണ്. രണ്ടാമത്തെ ഡിഫറൻസ് ആണ്, അതായത് RNA പോളിമറൈസും DNA പോളിമറൈസും തമ്മിലുള്ള രണ്ടാമത്തെ ഡിഫറൻസ് ആണ്, RNA പോളിമറൈസിന് പ്രൂഫ് റീഡിങ് ആക്ടിവിറ്റി ഇല്ല, പക്ഷേ DNA പോളിമറൈസിന് എന്തുണ്ട്? പ്രൂഫ് റീഡിങ് ആക്ടിവിറ്റി ഉണ്ട്. RNA പോളിമറൈസിന് പ്രൂഫ് റീഡിങ് ആക്ടിവിറ്റി ഇല്ല, പക്ഷേ DNA പോളിമറൈസിന് പ്രൂഫ് റീഡിങ് ആക്ടിവിറ്റി ഉണ്ട്. അതാണ് രണ്ടാമത്തെ ഡിഫറൻസ്. മൂന്നാമത്തെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ RNA പോളിമറൈസിന് പ്രൈമർ വേണ്ട വർക്ക് ചെയ്യാൻ. പക്ഷേ DNA പോളിമറൈസിന് വർക്ക് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ DNA പോളിമറൈസിന് DNA സിന്തസിസ് നടത്തണമെങ്കിൽ പ്രൈമർ വേണം. അപ്പോൾ മൂന്ന് ബേസിക് ഡിഫറൻസ് ആണ് RNA പോളിമറൈസും DNA പോളിമറൈസും തമ്മിലുള്ളത്. ഒന്നാമത്തത് DNA പോളിമറൈസ് ആക്ട് ചെയ്യുന്നത് ഡിയോക്സി റൈബോന്യൂക്ലിയോടൈഡ്സ് ആണ്, അതായത് അവർ ആഡ് ചെയ്യുന്ന ന്യൂക്ലിയോടൈഡ്സിൽ വ്യത്യാസമുണ്ട്. DNA പോളിമറൈസ് ആഡ് ചെയ്യുന്നത് ഡിയോക്സി റൈബോന്യൂക്ലിയോടൈഡ്സ് ആണ്, RNA പോളിമറൈസ് ആക്ട് ചെയ്യുന്നത് ആഡ് ചെയ്യുന്നത് റൈബോന്യൂക്ലിയോടൈഡ്സ് ആണ്. രണ്ടാമത്തെ ഡിഫറൻസ്, RNA പോളിമറൈസിന് പ്രൂഫ് റീഡിങ് ആക്ടിവിറ്റി ഇല്ല, DNA പോളിമറൈസിന് പ്രൂഫ് റീഡിങ് ആക്ടിവിറ്റി ഉണ്ട്. മൂന്നാമത്തെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ RNA പോളിമറൈസിന് പ്രൈമർ വേണ്ട വർക്ക് ചെയ്യാൻ, DNA പോളിമറൈസിന് പ്രൈമർ വേണം. ഇനി നമുക്ക് RNA പോളിമറൈസിൻ്റെ സ്ട്രക്ചർ നോക്കാം. അതായത് പ്രോകാരിയോട്ടിക് RNA പോളിമറൈസിൻ്റെ സ്ട്രക്ചർ, അല്ലെങ്കിൽ ഈക്കോളൈ RNA പോളിമറൈസിൻ്റെ സ്ട്രക്ചർ ഒന്ന് നോക്കാം. അപ്പോൾ മെയിൻലി 5 സബ് യൂണിറ്റ്സ് ആണ് RNA പോളിമറൈസിനുള്ളത്. അതിൽ 2 ആൽഫ, 1 ബീറ്റ, 1 ബീറ്റ പ്രൈം ആൻഡ് 1 ഒമേഗ സബ് യൂണിറ്റ്. അപ്പോൾ ഈ 2 ആൽഫ, ഒരു ബീറ്റ, ഒരു ബീറ്റ പ്രൈം,
പിന്നെ ഒരു 1 ഒമേഗ. അപ്പോൾ ഈ 5 സബ് യൂണിറ്റ്സിനെയും കൂടി പറയുന്ന പേരാണ് കോർ എൻസൈം. ഈ കോർ എൻസൈമിലേക്ക് സിഗ്മ ഫാക്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തായി? ഹോളോ എൻസൈമായി. So the E. coli RNA polymerase or the prokaryotic RNA polymerase consists of how many subunits? 5 subunits. They are 2 alpha, 1 beta, 1 beta prime, 1 omega, and these 5 subunits, that is 2 alpha, 1 beta, 1 beta prime, and 1 omega, is known as core enzyme. So when we add a sigma factor into the core enzyme, it becomes holo enzyme. So the 5 subunits of the prokaryotic RNA polymerase or the E. coli RNA polymerase are 2 alpha, 1 beta, 1 beta prime, and 1 omega, which is known as core enzyme. So into this core enzyme, when we add the sigma factor, it becomes holo enzyme. അപ്പോൾ 5 സബ് യൂണിറ്റ്സ് ആണ് E. coli RNA polymerase അല്ലെങ്കിൽ പ്രോകാരിയോട്ടിക് RNA polymerase-നുള്ളത്. 2 ആൽഫ, ഒരു ബീറ്റ, ഒരു ബീറ്റ പ്രൈം, ഒരു ഒമേഗ. അപ്പോൾ ഈ 5 സബ് യൂണിറ്റ്സ്, അതായത് 2 ആൽഫ, ഒരു ബീറ്റ, ഒരു ബീറ്റ പ്രൈം, ഒരു ഒമേഗ, ഈ 5 സബ് യൂണിറ്റ്സിനെ പറയുന്ന പേരാണ് കോർ എൻസൈം. ഇനി ഈ കോർ എൻസൈമിലേക്ക് ഒരു സിഗ്മ ഫാക്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പറയുന്ന പേരാണ് ഹോളോ എൻസൈം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചറാണ് ഈ തന്നിരിക്കുന്നത്. അപ്പോൾ കോർ എൻസൈമിൻ്റെ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം 2 ബീറ്റ ഉണ്ട്, 2 ആൽഫ ഉണ്ട്, ഒരു ബീറ്റ ഉണ്ട്, ഒരു ബീറ്റ പ്രൈം ഉണ്ട്. ഇതിലേക്ക് ഒരു സിഗ്മ ഫാക്ടർ ആഡ് ചെയ്യുമ്പോൾ അതെന്തായിട്ട് മാറുന്നു? ഹോളോ എൻസൈമായിട്ട് മാറുന്നു. അപ്പോൾ ഈ കോർ എൻസൈമിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് റിക്വയർഡ് ഫോർ പോളിമറൈസേഷൻ ആക്ടിവിറ്റി. അപ്പോൾ RNA പോളിമറൈസിൻ്റെ പോളിമറൈസേഷൻ ആക്ടിവിറ്റിക്ക് എന്ത് വേണം? കോർ എൻസൈം വേണം. ഹോളോ എൻസൈമിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് റിക്വയർഡ് ഫോർ കറക്റ്റ് ഇനീഷ്യേഷൻ ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ ഓർ ബൈൻഡിങ് ടു ദി പ്രൊമോട്ടർ. അപ്പം കോർ എൻസൈമിൻ്റെ ഫംഗ്ഷനും ഹോളോ എൻസൈമിൻ്റെ ഫംഗ്ഷനും ഡിഫറെൻ്റ് ആണ്. കോർ എൻസൈമിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ അത് പോളിമറൈസേഷൻ ആക്ടിവിറ്റിക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കോർ എൻസൈം. അപ്പോൾ പോളിമറൈസേഷൻ ആക്ടിവിറ്റി നടത്തുന്നത് RNA പോളിമറൈസിൻ്റെ കോർ എൻസൈം പാർട്ടാണ്. അതിൻ്റെ കൂടി സിഗ്മ ഫാക്ടർ വന്നിട്ട് അത് ഹോളോ എൻസൈം ആകുമ്പോൾ അതിൻ്റെ ഫംഗ്ഷൻ മാറുന്നു. അതായത് ഹോളോ എൻസൈമിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇനീഷ്യേഷൻ ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ്റെ സമയത്ത് അത് കറക്റ്റായിട്ട് RNA പോളിമറൈസ് പ്രൊമോട്ടറിനോട് ബൈൻഡ് ചെയ്യുന്നത് ഈ ഹോളോ എൻസൈമിൻ്റെ ആക്ടിവിറ്റി കൊണ്ടാണ്, അല്ലെങ്കിൽ ഹോളോ എൻസൈമിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് കറക്റ്റായിട്ട് RNA പോളിമറൈസ് പ്രൊമോട്ടറിനോട് ബൈൻഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ E. coli RNA പോളിമറൈസ് നോക്കിക്കഴിഞ്ഞാൽ 2 ഇമ്പോർട്ടൻറ്റ് പാർട്സ് ആണുള്ളത്. അപ്പോൾ ആദ്യം ഉണ്ടാകുക കോർ എൻസൈമാണ്. അപ്പോൾ കോർ എൻസൈമിൽ എത്ര സബ് യൂണിറ്റ്സ് ഉണ്ട്? 5 സബ് യൂണിറ്റ്സ് ഉണ്ട്. 2 ആൽഫ ഉണ്ടാവും. ആ ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം 2 ആൽഫ ഉണ്ട്, ഒരു ബീറ്റ ഉണ്ട്, ഒരു ബീറ്റ പ്രൈം ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ പോളിമറൈസേഷൻ ആക്ടിവിറ്റി, അതായത് റൈബോ ന്യൂക്ലിയോടൈഡ്സ് ആഡ് ചെയ്ത് mRNA ഫോം ചെയ്യുന്ന പോളിമറൈസേഷൻ ആക്ടിവിറ്റിയാണ് ഈ കോർ എൻസൈമിനുള്ളത്. ഈ കോർ എൻസൈമിലേക്ക് ഒരു സിഗ്മ ഫാക്ടർ വരുമ്പോൾ അത് ഹോളോ എൻസൈം ആവും. അപ്പോൾ ഈ ഹോളോ എൻസൈമിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇത് ഇനീഷ്യേഷൻ, അതായത് ട്രാൻസ്ക്രിപ്ഷൻ്റെ ഇനീഷ്യേഷന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഹോളോ എൻസൈം എന്ന് പറയുന്നത്. അത് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ പ്രൊമോട്ടറിനോട് ബൈൻഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്ക് ഓരോ സബ് യൂണിറ്റ്സിൻ്റെയും ഫംഗ്ഷൻ നോക്കാം. സോ next we will look into the function of each and every subunits of RNA polymerase. So the alpha subunits, which is available in 2 in number in RNA polymerase, has a molecular weight of 36.5 kilodalton. So the gene which codes for the alpha subunit is RPOA, and the alpha subunit is required for core protein assembly and also plays a role in promoter recognition. അപ്പോൾ ആദ്യത്തെ സബ് യൂണിറ്റ് ആണ് ആൽഫ. അപ്പോൾ RNA പോളിമറൈസിന് എത്ര ആൽഫ സബ് യൂണിറ്റ് ഉണ്ട്? 2 ആൽഫ സബ് യൂണിറ്റ് ആണ് RNA പോളിമറൈസിനുള്ളത്. അപ്പോൾ ഇതിൻ്റെ ആൽഫ സബ് യൂണിറ്റിൻ്റെ മോളിക്കുലർ വെയിറ്റ് എന്ന് പറയുന്നത് 36.5 കിലോ ഡാൾട്ടൺ ആണ്. അപ്പോൾ ഈ RNA പോളിമറൈസ് ആൽഫ സബ് യൂണിറ്റിനെ കോഡ് ചെയ്യുന്ന ജീനാണ് RPOA ജീൻ. അപ്പോൾ ഈ RPOA ജീനിൽ നിന്നാണ് ആൽഫ സബ് യൂണിറ്റ് ഉണ്ടാകുന്നത്. ഇനി ആൽഫ സബ് യൂണിറ്റിൻ്റെ ഫംഗ്ഷൻ നോക്കാം. ആൽഫ സബ് യൂണിറ്റിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ കോർ പ്രോട്ടീൻ്റെ അസംബ്ലിക്ക് വേണ്ടിയിട്ട് ഇമ്പോർട്ടൻ്റ് റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. ഇത് മാത്രമല്ല പ്രൊമോട്ടർ റെക്കഗ്നേഷനിലും ഇമ്പോർട്ടൻ്റ് റോൾ പ്ലേ ചെയ്യുന്നുണ്ട്.
ആര് ആൽഫ സബ് യൂണിറ്റ്. ഇപ്പോൾ കോർ പ്രോട്ടീൻ്റെ അസംബ്ലി എന്ന് പറഞ്ഞാൽ എന്താണ്? ബീറ്റയും ബീറ്റ പ്രൈമും ഉണ്ട് കോർ പ്രോട്ടീൻ. അപ്പോൾ കോർ എൻസൈമിൽ ആരൊക്കെയുണ്ട്? 2 ആൽഫയുണ്ട്, ഒരു ബീറ്റയുണ്ട്, ബീറ്റ പ്രൈം ഉണ്ട്. അപ്പോൾ ഇവരെയൊക്കെ ഓർഗനൈസ് ചെയ്യലാണ് ആൽഫ സബ് യൂണിറ്റിൻ്റെ ഫംഗ്ഷൻ. മാത്രമല്ല പ്രൊമോട്ടർ റെക്കഗ്നീഷനിലും ഇമ്പോർട്ടൻ്റ് റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ സബ് യൂണിറ്റാണ് ആൽഫ. അപ്പോൾ നമ്മളിനി നോക്കാൻ പോകുന്നത് ഓരോ സബ് യൂണിറ്റിൻ്റെയും ഫംഗ്ഷനാണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നു. അപ്പോൾ ആദ്യത്തെ സബ് യൂണിറ്റാണ് RNA പോളിമറൈസിൻ്റെ കോർ എൻസൈമിൻ്റെ ആദ്യത്തെ സബ് യൂണിറ്റാണ് ആൽഫ. അപ്പോൾ എത്ര ആൽഫയുണ്ട് RNA പോളിമറൈസിന്? 2 ആൽഫ. അപ്പോൾ ഇതിൻ്റെ മോളിക്കുലർ വെയിറ്റ് 36.5 കിലോ ഡാൾട്ടൺ ആണ്. അപ്പോൾ ഇതിൻ്റെ ഈ ആൽഫ സബ് യൂണിറ്റിനെ കോഡ് ചെയ്യുന്ന ജീനാണ് RPOA ജീൻ. പിന്നെ ഇതിൻ്റെ ഫംഗ്ഷൻ, അപ്പോൾ 2 ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷനാണ് ആൽഫ സബ് യൂണിറ്റിനുള്ളത്. ഒന്നാമത്തത് ബീറ്റേനെയും ബീറ്റ പ്രൈമിനെയും ഒക്കെ ഓർഗനൈസ് ചെയ്തിട്ട് കോർ എൻസൈം ഫോം ചെയ്യുക, അതായത് ഓർഗനൈസേഷൻ ഓഫ് കോർ എൻസൈം. രണ്ടാമത്തത് ഈ പ്രൊമോട്ടർ റെക്കഗ്നേഷനിൽ ഇമ്പോർട്ടൻ്റ് റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് സബ് യൂണിറ്റാണ് ബീറ്റ സബ് യൂണിറ്റ്. അതിൻ്റെ മോളിക്കുലർ വെയിറ്റ് 151 കിലോ ഡാൾട്ടൺ ആൻഡ് ഈസ് എൻകോഡഡ് ബൈ RPOA ജീൻ. അപ്പോൾ ആൽഫേനെ കോഡ് ചെയ്യുന്നത് A ജീനാണ്, RPOA ജീനാണെങ്കിൽ ബീറ്റേനെ കോഡ് ചെയ്യുന്നത് B ജീനായിരിക്കും. അപ്പോൾ A ഫോർ ആൽഫ, B ഫോർ ബീറ്റ. മനസ്സിലായില്ലേ? അപ്പോൾ പെട്ടെന്ന് ഓർത്ത് വെക്കാനുള്ള ടെക്നിക്കാണ് പറയുന്നത് A ഫോർ ആൽഫ, B ഫോർ ബീറ്റ. അപ്പോൾ ഇങ്ങനെ A ഫോർ ആൽഫ, B ഫോർ ബീറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ A ജീന് കോഡ് ചെയ്യുന്നത് ആൽഫ സബ് യൂണിറ്റിനാണെന്നും B ജീന് കോഡ് ചെയ്യുന്നത് ബീറ്റ സബ് യൂണിറ്റാണെന്നും നമുക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടും. So the function of the beta subunit is that it acts as a DNA binding active center. അപ്പോൾ DNA ബൈൻഡ് ചെയ്യുന്ന സ്ഥലമാണ് എന്താ? DNA-നെയാണല്ലോ നമ്മുടെ mRNA ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ കൺവേർട്ട് ചെയ്യേണ്ട DNA-നോട് ബൈൻഡ് ചെയ്യുന്നത് ബീറ്റ സബ് യൂണിറ്റ് ആണ്. അപ്പോൾ RNA പോളിമറൈസിൻ്റെ ഏത് ഭാഗമാണ് കൺവേർട്ട് ചെയ്യുന്നത്? അതായത് mRNA ആയിട്ട് ട്രാൻസ്ക്രൈബ് ചെയ്യേണ്ട DNA ആയിട്ട് ബൈൻഡ് ചെയ്യുന്നത് RNA പോളിമറൈസിൻ്റെ ഏത് ഭാഗമാണ്? ബീറ്റ സബ് യൂണിറ്റ് ആണ്. അപ്പോൾ ഈ ചില ആൻറ്റിബയോട്ടിക്സ് ലൈക്ക് റിഫാംബസിൻ ബൈൻഡ് ടു ബീറ്റ സബ് യൂണിറ്റ് ആൻഡ് ഇനാക്ടിവേറ്റ്സ് RNA പോളിമറൈസ്. അപ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റോപ്പ് ചെയ്തിട്ട് ബാക്ടീരിയനെ കില്ല് ചെയ്യുന്ന ആൻറ്റിബയോട്ടിക്കാണ് റിഫാംബസിൻ. അപ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് റിഫാംബസിൻ വന്ന് ബൈൻഡ് ചെയ്യുന്നത് ബീറ്റ സബ് യൂണിറ്റിനോടാണ്. അപ്പോൾ ദി സെക്കൻഡ് സബ് യൂണിറ്റ് ഓഫ് RNA പോളിമറൈസ് ഈസ് ബീറ്റ സബ് യൂണിറ്റ്. And the beta subunit is encoded by RPOB gene, B for beta. And the function of beta subunit is that it is the DNA binding active center. That is the DNA which has to be converted into mRNA binds to the beta subunit. So some antibiotics like rifampicin inactivates RNA polymerase by binding to beta subunit. ഇപ്പോൾ രണ്ടാമത്തെ സബ് യൂണിറ്റാണ് ബീറ്റ സബ് യൂണിറ്റ്. ബീറ്റ സബ് യൂണിറ്റിൻ്റെ ഫംഗ്ഷൻ എന്താണ്? അപ്പോൾ ഈ ബീറ്റ സബ് യൂണിറ്റ് ആണ് RNA പോളിമറൈസിൻ്റെ ബൈൻഡിങ് സൈറ്റ് പാർട്ട് എന്ന് പറയുന്നത്. അതായത് mRNA ആയിട്ട് ട്രാൻസ്ക്രൈബ് ചെയ്യേണ്ട DNA-യോട് ബൈൻഡ് ചെയ്യുന്ന RNA പോളിമറൈസിൻ്റെ പാർട്ടാണ് ബീറ്റ സബ് യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബീറ്റ സബ് യൂണിറ്റ് വെച്ചിട്ടാണ് RNA പോളിമറൈസ് DNA-നോട് അറ്റാച്ച് ചെയ്യുന്നത്. അങ്ങനെയാണ് ആ DNA-നെ ട്രാൻസ്ക്രിപ്ഷൻ നടത്തിയിട്ട് mRNA ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ചില ആൻറ്റിബയോട്ടിക്സ് ഉണ്ട്, റിഫാംബിസിൻ പോലത്തെ ആൻറ്റിബയോട്ടിക്. അത് RNA പോളിമറൈസിനെ ഡീആക്ടിവേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? അത് ബീറ്റ സബ് യൂണിറ്റിനോട് ബൈൻഡ് ചെയ്തിട്ടാണ്. നെക്സ്റ്റ് വൺ ഈസ് ദി ബീറ്റ പ്രൈം സബ് യൂണിറ്റ്. സോ ദി മോളിക്കുലർ വെയിറ്റ് ഓഫ് ബീറ്റ പ്രൈം സബ് യൂണിറ്റ് ഈസ് 155 കിലോ ഡാൾട്ടൺ ആൻഡ് ഇറ്റ് ഈസ് എൻകോഡഡ് ബൈ RPOCG. And it is responsible for binding to template DNA. It uses 2 magnesium ions for catalytic function of the enzyme. So the beta prime subunit is encoded by RPOC gene and it is responsible for binding of the RNA polymerase to the template DNA. അപ്പോൾ ടെംപ്ലേറ്റ് DNA ആയിട്ട് ബൈൻഡ് ചെയ്യുന്നത് ബീറ്റ പ്രൈം സബ് യൂണിറ്റ് വെച്ചിട്ടാണ്. അപ്പോൾ ഇതിനെ കോഡ് ചെയ്യുന്നത് RPOC ജീനാണ്. നെക്സ്റ്റ് ഉള്ളതാണ് ഒമേഗ സി സബ് യൂണിറ്റ്. അപ്പോൾ ഒമേഗ സബ് യൂണിറ്റ് കോഡ് ചെയ്യുന്നത് RPOZ ജീൻ വെച്ചിട്ടാണ്. ദി ഫംഗ്ഷൻ ഓഫ് ദി ഒമേഗ സബ് യൂണിറ്റ് ഈസ് ടു റീസ്റ്റോർ ഡീനേച്ചർ RNA പോളിമറൈസ് ടു ഇറ്റ്സ് ഫങ്ഷണൽ ഫോം. ചില സമയത്ത് RNA പോളിമറൈസ് ഡീനേച്ചറായിട്ട് നശിച്ചു പോകും. അപ്പോൾ അതിനെ വീണ്ടും റീസ്റ്റോർ ചെയ്യലാണ് ഒമേഗ സബ് യൂണിറ്റിൻ്റെ ഫങ്ഷൻ. അപ്പോൾ
ഓരോ സബ് യൂണിറ്റിൻ്റെ ഫംഗ്ഷൻ നോക്കാം. ആൽഫേനെ കോഡ് ചെയ്യുന്നത് RPO A ഫോർ ആൽഫ. അപ്പോൾ ഇതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഈ കോർ പ്രോട്ടീൻ്റെ അസംബിൾ, അതായത് ബീറ്റേനെയും ബീറ്റ പ്രൈമിനും ഒക്കെ അസംബിൾ ചെയ്തിട്ട് കോർ പ്രോട്ടീൻ ഫോം ചെയ്യുക. മാത്രമല്ല പ്രൊമോട്ടർ റെക്കഗ്നേഷനിൽ ഇമ്പോർട്ടൻ്റ് റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. അടുത്തതാണ് ബീറ്റ സബ് യൂണിറ്റ്. ബീറ്റ B ഫോർ ബീറ്റ. അപ്പോൾ RPO B ജീനാണ് കോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇത് വെച്ചിട്ടാണ് RNA പോളിമറൈസ് DNAയോട് ബൈൻഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് ദി ബീറ്റ പ്രൈം സബ് യൂണിറ്റ്. ബീറ്റ പ്രൈമും സബ് യൂണിറ്റ് ഉപയോഗിച്ചിട്ട് RNA പോളിമറൈസ് DNA ആയിട്ട് ബൈൻഡ് ചെയ്യും. അതായത് ടെംപ്ലേറ്റ് DNA ആയിട്ട്, അതായത് ബീറ്റ സബ് യൂണിറ്റ് ഉപയോഗിച്ചിട്ട് DNAനോട് ബൈൻഡ് ചെയ്യുന്ന പോലെ തന്നെ ബീറ്റ പ്രൈം സബ് യൂണിറ്റ് ഉപയോഗിച്ചിട്ടും RNA പോളിമറൈസ് ടെംപ്ലേറ്റ് DNAനോട് ബൈൻഡ് ചെയ്യും. ഇപ്പോൾ ഇതിനെ കോഡ് ചെയ്യുന്നത് RPO C ജീനാണ്. അടുത്തതാണ് ഒമേഗ സബ് യൂണിറ്റ്. അപ്പോൾ ഈ ഒമേഗ സബ് യൂണിറ്റിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇത് ഡീനേച്ചറായിട്ട് നശിച്ചു പോയ RNA പോളിമറൈസിനെ ഫങ്ഷണൽ ഫോമിലേക്ക് റീസ്റ്റോർ ചെയ്യലാണ് ഒമേഗ സബ് യൂണിറ്റിൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ ഒമേഗ സബ് യൂണിറ്റിനെ എൻകോഡ് ചെയ്യുന്നത് RPO Z ജീനാണ്. അപ്പോൾ ഒമേഗ സബ് യൂണിറ്റിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഒമേഗ സബ് യൂണിറ്റിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഡീനേച്ചറായി പോയിട്ടുള്ള, അത് ഡീനേച്ചർ ചെയ്ത് നശിച്ചു പോയിട്ടുള്ള RNA പോളിമറൈസിനെ റീസ്റ്റോർ ചെയ്യലാണ് ഒമേഗ സബ് യൂണിറ്റിൻ്റെ ഫംഗ്ഷൻ. അതിനെ എൻകോഡ് ചെയ്യുന്നത് RPO Z ജീന് വെച്ചിട്ടാണ്. So let's look into the more details of E. coli RNA polymerase. The processivity of E. coli RNA polymerase is about 30 nt per second. That's important. The enzyme is non-spherical structure with a projecting flanking a cylindrical channel. The size of the channel suggests that it can bind directly to the 16 base pair of DNA, and the enzyme bind over a region of DNA covering around 60 base pair. ഇപ്പോൾ RNA പോളിമറൈസ്, അതായത് ഈക്വളി RNA പോളിമറൈസിൻ്റെ മോർ ഫീച്ചേഴ്സ് ആണ് പറയുന്നത്. ഇപ്പോൾ എൻസൈം നോൺ സ്പെരിക്കലാണ്, അതായത് വട്ടത്തിലുള്ള സ്ട്രക്ചറൊന്നും അല്ല എൻസൈമിന്. വട്ടമൊന്നുമല്ല, ശരിക്കും ഒരു വട്ടമല്ല അതിൻ്റെ ഈക്വളി RNA പോളിമറൈസിൻ്റെ സ്ട്രക്ചർ. അത് നോൺ സ്പെരിക്കലാണ്. അതിനൊരു പ്രൊജക്ഷൻ ഉണ്ട്. ആ പ്രൊജക്ഷനിൽ നിന്ന് ഒരു സിലിണ്ടറിക്കൽ ചാനലുണ്ട്. ഈ ചാനലിലാണ് ടെംപ്ലേറ്റ് DNA വന്ന് ബൈൻഡ് ചെയ്യുക. അതായത് 16 ബേസ് പെയർ DNAക്കൊക്കെ ഈ ചാനലിൽ വന്ന് ബൈൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിൻ്റെ സ്ട്രക്ചർ പോകുമ്പോൾ എക്സ്റ്റേണൽ സ്ട്രക്ചറാണ് പറയുന്നത്. അതായത് ഈക്വളി RNA പോളിമറൈസിൻ്റെ എക്സ്റ്റേണൽ സ്ട്രക്ചർ പറയുമ്പോൾ അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് നോൺ സ്പെരിക്കലാണ്. അതിനൊരു പ്രൊജക്ഷൻ ഉണ്ട്, അതായത് പുറത്തേക്ക്, അത് ഈ നോൺ സ്പെരിക്കൽ സ്ട്രക്ചറിന് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു പ്രൊജക്ഷൻ, ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്തൊരു പുറത്തേക്ക് തള്ളിയിരിക്കുന്ന പ്രൊജക്ഷനിൽ ഒരു ചാനലുണ്ട്. അപ്പോൾ ഈ ചാനലിലാണ് ടെംപ്ലേറ്റ് DNA വന്ന് ബൈൻഡ് ചെയ്യുന്നത്. 16 ബേസ് പെയർ ഒക്കെ DNA സൈസുള്ള DNA വന്ന് ബൈൻഡ് ചെയ്യും. അപ്പോൾ ഇതാണ് RNA പോളിമറൈസിൻ്റെ സ്ട്രക്ചർ. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇതിൻ്റെ ഒരു സ്പെരിക്കൽ അല്ല ഇതിൻ്റെ സ്ട്രക്ചർ, ഒരു നോൺ സ്പെരിക്കൽ സ്ട്രക്ചറാണ്. പിന്നെ ഒരു ചാനൽ ഉണ്ടാവും, അതായത് ഒരു DNTP ചാനൽ കാണുന്നുണ്ട്. അപ്പോൾ ആ DNTP ചാനലിലാണ് ഈ DNA വന്ന് ബൈൻഡ് ചെയ്യുന്നത്. അപ്പോൾ DNA വന്ന് ബൈൻഡ് ചെയ്യുമ്പോൾ അത് അൺബൈൻഡ് ചെയ്ത് അത് സിംഗിൾ സ്റ്റാൻഡേർഡായിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ സിംഗിൾ സ്റ്റാൻഡേർഡായിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് DNAനെ RNA ആയിട്ട് ട്രാൻസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ട്രാൻസ്ക്രിപ്ഷൻ നടന്നിട്ട് കിട്ടിയിട്ടുള്ള RNA DNA ഹൈബ്രിഡിനെ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്ട്രക്ചർ, അതായത് RNA പോളിമറൈസിൻ്റെ സ്ട്രക്ചറാണ് ഈക്വളിലുള്ള. അതൊരു സ്പെരിക്കൽ അല്ല, നോൺ സ്പെരിക്കലാണ്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം അത് വട്ടത്തിലല്ല ഉള്ളത്. പിന്നെ അതിനൊരു DNTP ചാനൽ അല്ലെങ്കിൽ ഒരു ചാനൽ ഉണ്ടാകും. അവിടെയാണ് ഈ DNA ടെംപ്ലേറ്റ് വന്ന് ബൈൻഡ് ചെയ്യുന്നത്. ബൈൻഡ് ചെയ്യുമ്പോൾ അതിന് അൺബൈൻഡിങ് നടന്നിട്ട് അത് സിംഗിൾ സ്റ്റാൻഡേർഡായിട്ട് മാറും. സിംഗിൾ സ്റ്റാൻഡേർഡ് DNAനെ ട്രാൻസ്ക്രിപ്ഷൻ നടന്നിട്ട് RNA ഫോം ചെയ്യും. അതിൻ്റെ RNA DNA ഹൈബ്രിഡ് ഫോം ചെയ്യും. അപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് കോർ എൻസൈമിൻ്റെ ഫംഗ്ഷൻ ആയിരുന്നു. അപ്പോൾ സിഗ്മ ഫാക്ടർ വന്ന് കോർ എൻസൈമിനോട് ബൈൻഡ് ചെയ്യുമ്പോഴാണ് അത് ഹോളോ എൻസൈമായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. So the sigma factor binds to the core enzyme to convert it to whole enzyme. The sigma factor is encoded by RPO-D gene and it has a critical role in promoter recognition. It recognizes the correct promoter size by decreasing the affinity of enzyme at non-specific DNA sequences. For sigma factor binds to the core enzyme to convert it to hollow enzyme.
So the sigma factor is encoded by RPOD gene, and it is important, plays an important role in promoter recognition, and it recognizes the correct promoter site by decreasing the affinity of enzyme at non-specific DNA sequences. അപ്പോൾ സിഗ്മ ഫാക്ടറാണ് അടുത്ത ഇമ്പോർട്ടൻ്റ് പാർട്ട്. അപ്പോൾ സിഗ്മ ഫാക്ടറിൻ്റെ ഫംഗ്ഷൻ എന്താണ്? അതായത് സിഗ്മ ഫാക്ടർ കോർ എൻസൈമിനോട് ബൈൻഡ് ചെയ്തിട്ട് സിഗ്മ ഫാക്ടർ കോർ എൻസൈമിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? ഹോളോ എൻസൈമായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ സിഗ്മ ഫാക്ടർ ആണ് കോർ എൻസൈമിനോട് ബൈൻഡ് ചെയ്തിട്ട് സിഗ്മ ഫാക്ടർ കോർ എൻസൈമിനെ ഹോളോ എൻസൈമായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ സിഗ്മ ഫാക്ടർ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് പ്രൊമോട്ടറിനോട് RNA പോളിമറൈസിൻ്റെ പ്രൊമോട്ടർ ബൈൻഡിങ് ആക്ടിവിറ്റിക്ക് ഇമ്പോർട്ടൻ്റ് ആണ് സിഗ്മ ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിഗ്മ ഫാക്ടർ എങ്ങനെയാണ് കറക്റ്റ് പ്രൊമോട്ടർ സൈറ്റിനെ റെക്കഗ്നൈസ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ കറക്റ്റ് അല്ലാത്ത പ്രൊമോട്ടർ സൈസിൽ അതിന് അഫിനിറ്റി കുറവായിരിക്കും. അപ്പോൾ അതിന്, അതായത് നോൺ സ്പെസിഫിക് DNA സീക്വൻസിനോട് അതിന് അഫിനിറ്റി കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അത് അവിടെ പോയിട്ട് ബൈൻഡ് ചെയ്യില്ല. അപ്പോൾ കറക്റ്റ് സീക്വൻസ് വന്നാൽ മാത്രമേ ഈ സിഗ്മ ഫാക്ടർ അവിടെ പോയിട്ട് ബൈൻഡ് ചെയ്യും. സിഗ്മ ഫാക്ടർ ആ പ്രൊമോട്ടർ റീജിയനിൽ പോയി ബൈൻഡ് ചെയ്യും. അപ്പോൾ സിഗ്മ ഫാക്ടറിനെ കോഡ് ചെയ്യുന്നത് RPOD ജീനാണ്. അപ്പോൾ സിഗ്മ ഫാക്ടറാണ് അടുത്ത ഇമ്പോർട്ടൻ്റ് പാർട്ട്. അപ്പോൾ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കോർ എൻസൈമിൻ്റെ സ്ട്രക്ചർ ആയിരുന്നു. അപ്പോൾ കോർ എൻസൈം എപ്പോഴാണ് ഹോളോ എൻസൈമായിട്ട് മാറുന്നത്? അതായത് സിഗ്മ ഫാക്ടർ വന്ന് കോർ എൻസൈമിനോട് ബൈൻഡ് ചെയ്യുമ്പോഴാണ് കോർ എൻസൈം ഹോളോ എൻസൈമായിട്ട് മാറുന്നത്. അപ്പോൾ ഈ സിഗ്മ ഫാക്ടറിൻ്റെ കോഡ് ചെയ്യുന്നത് RPOD ജീനാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, പ്രൊമോട്ടർ റെക്കഗ്നേഷനിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് സിഗ്മ ഫാക്ടർ. അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിൻ്റെ സ്പെസിഫിക് ആയിട്ട് പ്രൊമോട്ടറിനോട് ബൈൻഡ് ചെയ്യുന്നത് വെച്ചാൽ ഈ അൺസ്പെസിഫിക് സൈറ്റിലൊക്കെ ഇതിൻ്റെ അഫിനിറ്റി കുറവായിരിക്കും. അപ്പോൾ അതിന് ബൈൻഡിങ് ഒന്നും നടക്കില്ല. പക്ഷേ സ്പെസിഫിക് ആയിട്ടുള്ള സൈറ്റ് എത്തുമ്പോഴാണ് അതിന് അഫിനിറ്റി കൂടുക. Next is the alternative sigma factor. Alternative sigma factor can be classified into two structurally unlimited family, sigma 70 and sigma 54. Although no sequence conservation exists between sigma 70 and sigma 54 like family members, both type bind to core RNA polymerase. അപ്പോൾ ആൾട്ടർനേറ്റീവ് സിഗ്മ ഫാക്ടർ എന്ന് പറയുന്നത് സിഗ്മ ഫാക്ടറിന് ആൾട്ടർനേറ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന വേറെ സിഗ്മ ഫാക്ടേഴ്സാണ്. അതായത് പല ടൈപ്പിലുള്ള സിഗ്മ ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഒരു ടൈപ്പിലുള്ള സിഗ്മ ഫാക്ടർ മാത്രമാണ് ഉള്ളത്. അപ്പോൾ പല ടൈപ്പിലുള്ള സിഗ്മ ഫാക്ടർ ഉണ്ട്. അപ്പോൾ വേറെ 2 ടൈപ്പാണ്. അതായത് സിഗ്മ ഫാക്ടറിൻ്റെ വേറെ 2 ടൈപ്പിനെയാണ് നമ്മൾ ആൾട്ടർനേറ്റീവ് സിഗ്മ ഫാക്ടർ എന്ന് പറയുന്നത്. അതിൽ സിഗ്മ 70യും സിഗ്മ 54ഉം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഫംഗ്ഷൻ എന്താണ്? സിഗ്മ ഫാക്ടറിൻ്റെ അതേ ഫംഗ്ഷനാണ് സിഗ്മ ഫാക്ടറിൻ്റെ അതേ ഫംഗ്ഷനാണ് ആൾട്ടർനേറ്റീവ് സിഗ്മ ഫാക്ടേഴ്സിനും. അതായത് കോർ എൻസൈമിനോട് ബൈൻഡ് ചെയ്തിട്ട് അതിനെ ഹോളോ എൻസൈമായിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ താങ്ക് യു.